ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് ജോയേൽ 2:32. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഒരു രക്ഷകനെ കുറിച്ച് അന്ന് പറഞ്ഞതും വാഴ്ത്തിപ്പാടിയതുമൊക്കെ ലോകത്തിൻ്റെ രക്ഷകനെ കുറിച്ച്. ആ രക്ഷകൻ നമ്മുടെ കർത്താവ് എങ്കിൽ ആ രക്ഷകനിൽ വിശ്വസിക്കാനും ആ നാമം വിളിച്ച് പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കണം. ജീവിതത്തിൻ്റെ ഏതവസ്ഥയിൽ നിന്നും അവിടുന്ന് നമ്മെ രക്ഷിക്കും. ശിക്ഷിക്കാനല്ല, രക്ഷിക്കാനാ അവിടുന്ന് വന്നത്. അവിടുന്ന് നമുക്ക് സ്വന്തമാണ്. വിശ്വാസത്തോടെ ആ നാമം വിളിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ അവിടുന്ന് വെളിപ്പുറത്തുണ്ടാകും. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിച്ചവരൊക്കെ രക്ഷ പ്രാപിച്ചു. വിശ്വസിക്കാം, വിളിച്ചപേക്ഷിക്കാം, അവിടുത്തോട് പ്രാർത്ഥിക്കാം. ഈ 25 നോമ്പ് ആ രക്ഷകന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കലല്ലേ? കരുണമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.